Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കോറം സമരത്തിന്റെ 78ാം വാർഷികം വിപുലമായ പരിപാടികളോടെ നടന്നു. രക്തസാക്ഷി നഗറിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി അംഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കോറം സമരത്തിന്റെ 78ാം വാർഷികാചരണം നടന്നു. ജന്മി നാടുവാഴ്ത്തത്തിനെതിരായ പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിച്ച ബി പൊക്കൻ, മൊടത്തര ഗോവിന്ദൻ നമ്പ്യാർ, പാപ്പിനിശ്ശേരി കേളുനായർ, മാരാങ്കാവിൽ കുഞ്ഞമ്പു, കാനപ്രവൻ അബ്ദുൽ ഖാദർ, കാനപ്പള്ളി അമ്പു, നടുവളപ്പിൽ കോരൻ എന്നിവരുടെ ഓർമ്മ പുതുക്കുന്ന ദിനത്തിൽ മങ്ങണംചാലിലെ ബി പൊക്കന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ EP കൃഷ്ണൻ നമ്പ്യാർ പതാക ഉയർത്തി. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷ്, KV ബാബു എന്നിവർ സംസാരിച്ചു. കോറം രക്തസാക്ഷി സ്മാരക വായനശാല കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. രക്തസാക്ഷി നഗറിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 12-ന് ഇവിടെ ഒരു വെടിവെപ്പ് നടക്കുമ്പോൾ സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ തലയെടുപ്പുള്ള പ്രതിനിധിയാണ് വെമ്പരിഞ്ഞ പൊക്കൻ. 1948 ഏപ്രിൽ 12-ന് വെടിയേറ്റ് വീഴുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ 23-നാണ് പെരളം പുന്നക്കോടൻ കുഞ്ഞമ്പു വെടിയേറ്റ് രക്തസാക്ഷിയാവുന്നു. M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പ്രഭാഷണം നടത്തി. P സന്തോഷ്, A പ്രദീപൻ, സരിൻ ശശി, V ബാലൻ, C കൃഷ്ണൻ, V നാരായണൻ, KV ലളിത, KK ഗംഗാധരൻ, M രാഘവൻ, P ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും വിവിധ കോഴ്സുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റം മണ്ടൂർ ശങ്കരവിലാസം ALP സ്കൂളിൽ നടന്നു. പരിപാടി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്ന് മോഹിനിയാട്ടം തുടർ കോഴ്സ്, ശാസ്ത്രീയ സംഗീതം പ്രാഥമികം കോഴ്സുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റം കുറിച്ചു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാടി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ നർത്തകൻ Dr. RLV രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. കേരള കലാമണ്ഡലം നിർവാഹക സമിതി അംഗം Dr. കലാമണ്ഡലം ലത ഇടവലത്ത്, സംഗീത സംവിധായകനും ഗായകനുമായ രതീഷ് പല്ലവി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ക്ഷേത്രകലാ അക്കാദമി ഭരണസമിതി അംഗങ്ങളായ ഗോവിന്ദൻ കണ്ണപുരം, TK സുധി, കലാമണ്ഡലം മഹേന്ദ്രൻ, ശങ്കരവിലാസം LP സ്കൂൾ മാനേജർ കേശവൻ ചേറ്റൂർ, അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത്, മോഹിനിയാട്ടം അധ്യാപിക കലാമണ്ഡലം ബിന്ദു മാരാർ, ശാസ്ത്രീയ സംഗീതം അധ്യാപിക ശ്രീകല K, രക്ഷിതാക്കളായ PK പ്രവീൺ, നീലിമ ശ്രീജിത്ത്, നീരജ എന്നിവർ സംസാരിച്ചു. ശാസ്ത്രീയ സംഗീതം, മോഹിനിയാട്ടം, കലാ അവതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മലയാളികൾ പടക്കമില്ലാത്ത വിഷു ആഘോഷത്തെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. ഈ ശീലം ഇപ്പോഴും അതേപടി തുടരുമ്പോൾ മിതമായ നിരക്കിൽ പടക്കങ്ങളുമായി വിപണിയിൽ സജീവമായിരിക്കുകയാണ് പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ.
പുതിയ തരം പടക്കങ്ങളും വർണ്ണവിസ്മയങ്ങളും വിപണിയിലെത്തിയതോടെ കടകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മലയാളിക്ക് പടക്കമില്ലാതെ എന്ത് വിഷു? തിരഞ്ഞെടുപ്പ് ചൂട് അവസാനിച്ചതോടെ വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ പടക്ക വിപണി സജീവമായിരിക്കുകയാണ്. പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോറിലും പടക്ക വിപണി പൊടിപൊടിക്കുകയാണ്. മലയാളിക്ക് പടക്കമില്ലാതെ എന്ത് വിഷു? പഴയ തലമുറ പറയുന്ന ഈ വാക്കുകൾ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. മേടസംക്രമം മുതൽ വിഷുക്കണി കണ്ടുണരുന്ന രാവിലെയും രാത്രിയും ആകാശം പടക്ക വിസ്മയങ്ങൾ കൊണ്ട് നിറയുന്ന നേരമാണ്. ആഘോഷത്തിന്റെ ഓരോ നിമിഷത്തിലും പടക്കങ്ങൾക്ക് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ഇത്തവണ വിപണിയിലെത്തിയിരിക്കുന്ന ന്യൂജൻ പടക്കങ്ങൾ യുവാക്കളുടെ ഹരമായി മാറിയിരിക്കുകയാണ്. ആകാശത്ത് പൂക്കൾ വിരിയുന്നത് പോലെ തോന്നിക്കുന്ന സ്കൈ ഷോട്ടുകളും നിറങ്ങളാൽ കുളിർമ നൽകുന്ന ഫൗണ്ടൻ പടക്കങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. വിഷു വിപണിയിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കോപ്പറേറ്റീവ് നിലകൊള്ളുന്നു. ഏറ്റവും മിതമായ വിലയ്ക്ക് ഏറ്റവും നല്ല കമ്പനികളുടെ പടക്കങ്ങൾ പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോറിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. എല്ലാവരും പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോറിനെ തിരഞ്ഞെടുക്കാറുണ്ട്. ഇപ്രാവശ്യവും നിങ്ങളെല്ലാവരെയും വരവേൽക്കാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്കായി കുറഞ്ഞ ശബ്ദമുള്ള സുരക്ഷിത പടക്കങ്ങൾക്കും വിപണിയിൽ വലിയ ആവശ്യമാണ്. പടക്കങ്ങളുടെ ശബ്ദത്തിലും നിറങ്ങളിലും വിഷുവിന്റെ ആവേശം ഇപ്പോഴേ ഉയർന്നിരിക്കുകയാണ്. ആകാശം മുഴുവൻ പ്രകാശിപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ ആഘോഷം ജാഗ്രതയോടെ ആഘോഷിക്കുമ്പോഴേ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. പടക്കങ്ങൾ നല്ല കമ്പനികളായ ബീജു, അയ്യൻസ്, വനിതാ ഫയർവർക്സ്, അതുപോലെ കുയില്, നല്ല ബ്രാൻഡഡ് പടക്കങ്ങൾ മാത്രമാണ് നമ്മൾ മിതമായ വിലക്ക്. ഈ ആഘോഷങ്ങൾ സന്തോഷകരമാക്കുമ്പോൾ ജാഗ്രതയും അത്ര തന്നെ പ്രധാനമാണ്. എന്തായാലും മിതമായ നിരക്കിൽ പയ്യന്നൂർക്കാർക്ക് ഇവിടെ വന്ന് പടക്കം സ്വന്തമാക്കാം. ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. 2.5 പതിറ്റാണ്ടിനപ്പുറം ലഭിച്ച കുഞ്ഞിക്കുടയും സർട്ടിഫിക്കറ്റുമായി മാജിക് അങ്കിളിനെ കാണാൻ വിദ്യയും കുടുംബവും എത്തിയപ്പോൾ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനും കാഴ്ചക്കാർക്കും ജാലവിദ്യ പോലെ വിസ്മയവും നിറഞ്ഞ സ്നേഹവുമായി. ഒതിനൂർ തടിയൻകോവൽ ALP സ്കൂൾ വാർഷികത്തിലാണ് സ്മൃതി പേടകം തുറന്ന സമ്മാനവുമായി മക്കളോടൊപ്പം വിദ്യ വന്നത്. ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. അമ്മയൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അധ്യാപകരൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നേരെ പോയി ആത്മഹത്യ ചെയ്യുവാനും ഒളിച്ചോടുവാനുള്ള പ്രവണത എവിടെ നിന്നുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. തോറ്റു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് വിജയിക്കുവാനുള്ള ചവിട്ടുപടി ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എഡ്മണ്ട് ഹിലാരി 17 തവണയാണ് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കാൻ ശ്രമിച്ചത്. അറിയാമോ നിങ്ങൾക്ക്? 17 തവണ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ നേരെ പോയി എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കിയതല്ല എഡ്മണ്ട് ഹിലാരി. 17 തവണ ശ്രമിച്ചു. 16ാമത്തെ തവണ 100 അടി മാത്രം ബാക്കി നിർത്തി തിരിച്ചു പോരേണ്ടി വന്നു അദ്ദേഹത്തിന്. സ്കൂൾ വാർഷികത്തിന്റെ ഉദ്ഘാടകനായ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനും കാണികൾക്കും ഒരുപോലെ വിസ്മയമായി മാറി വിദ്യയും കുടുംബവും വേദിയിലെത്തിയപ്പോൾ. കരിവള്ളൂർ മാനിഗുരു UP സ്കൂൾ അധ്യാപിക വിദ്യയും കുടുംബവുമാണ് 27 വർഷം മുൻപ് സമ്മാനമായി ലഭിച്ച കുഞ്ഞിക്കുടയും സർട്ടിഫിക്കറ്റുമായി ഗോപിനാഥ് മുതുകാടിന് മുന്നിൽ എത്തിയത്. 2.5 പതിറ്റാണ്ട് മുൻപ് പയ്യന്നൂരിൽ മാജിക് അവതരിപ്പിക്കാനെത്തിയ മുതുകാട് സദസ്സിൽ നിന്ന് കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ 10 വയസ്സുകാരിയായ വിദ്യ വേദിയിലേക്ക് ഓടിയെത്തി. അന്നാണ് ഉപഹാരമായി കുഞ്ഞിക്കുടയും സർട്ടിഫിക്കറ്റും ലഭിച്ചത്. വീട്ടിലെ അലമാരിയിൽ ഭദ്രമായി സൂക്ഷിച്ചതാണ് ഈ സമ്മാനം. സ്കൂൾ വാർഷികത്തിന് മുതുകാടെത്തുന്ന വിവരമറിഞ്ഞപ്പോൾ മുതുകാടിൽ നിന്നും പണ്ട് സമ്മാനമായി ലഭിച്ച നിധി പോലെ കാത്തുസൂക്ഷിക്കുന്ന കുഞ്ഞിക്കുടിയും സർട്ടിഫിക്കറ്റുമായി വിദ്യയും ഭർത്താവ് വാട്ടർ അതോറിറ്റി ജീവനക്കാരൻ PP രാഗേഷ്, മക്കളായ റോഹൻ, ഇഷാൻ, നിയ എന്നിവരും എത്തിയത്. മജീഷ്യൻ എന്ന നിലയിൽ എത്രയോ ഉപഹാരങ്ങളും അംഗീകാരങ്ങളും നേടിയ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായി ഇതിനെ കാണുന്നുവെന്ന് ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. വിദ്യയോടും കുടുംബത്തോടുമൊപ്പം ഫോട്ടോയെടുത്താണ് മുതുകാട് മടങ്ങിയത്. ഉദിനൂർ തടിയൻകോവൽ ALP സ്കൂൾ പ്രധാന അധ്യാപിക V ലളിത, അധ്യാപകൻ T അരുൺകുമാർ എന്നിവരുടെ യാത്രയയപ്പും വാർഷികാഘോഷവും മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു. പടന്ന പഞ്ചായത്ത് മുൻ അംഗവും നടനുമായ PP കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാര സമർപ്പണം ഗോപിനാഥ് മുതുകാട് നിർവഹിച്ചു. കണ്ണൂർ ഹോളി മൗണ്ട് ഡയറക്ടർ ഫാദർ ഷിജോ എബ്രഹാം അനുഗ്രഹ ഭാഷണം നടത്തി. സിനിമാ സംവിധായകൻ വിവേക് രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. വിജ്ഞാന പോഷിണി മെഗാ ക്വിസ് മത്സര വിജയികൾക്ക് ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ, C സുബ്രഹ്മണ്യൻ, K ലക്ഷ്മണൻ, VM പ്രശാന്ത്, K മോഹനൻ, KV സരസ്വതി തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളുടെ നൃത്തസന്ധ്യയോടെ 2 ദിവസം നീണ്ടുനിന്ന വാർഷികാഘോഷം സമാപിച്ചു.
സ്കൂൾ അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനവും വിരമിക്കുന്ന അധ്യാപകർ സ്കൂളിന്റെ പാചകപ്പുരയിലേക്ക് നൽകുന്ന ഫർണിച്ചറുകളുടെയും സമർപ്പണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പി ഭാസ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ ട്രസ്റ്റ് ഓഫീസായ വെള്ളൂരിലെ വസതിയിൽ നടന്നു. ടി.ഐ. മധുസൂദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപക ജോലിയിലിരിക്കുമ്പോൾ തന്നെ കർഷകനായും പൊതുപ്രവർത്തകനായും രാഷ്ട്രീയ പ്രവർത്തകനായും പ്രവർത്തിച്ച് അന്തരിച്ച വെള്ളൂരിലെ പി ഭാസ്കരൻ മാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ തുടരുന്നതിനായി മരിക്കുന്നതിനു മുൻപ് തന്നെ മാസ്റ്റർ തന്നെ രൂപകൽപ്പന ചെയ്ത് മരണശേഷം കുടുംബാംഗങ്ങൾ വിപുലീകരിച്ച പി ഭാസ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നടന്നു. മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ വെള്ളൂരിൽ നടന്ന ചടങ്ങ് ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ടി. സരോജിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ടി. അജയൻ ട്രസ്റ്റിന്റെ പ്രവർത്തനം വിശദീകരിച്ചു. കരിവെള്ളൂർ മുരളി ഭാസ്കരൻ മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. പ്രൊഫസർ ഡോക്ടർ A.K. നമ്പ്യാർ, അഡ്വക്കേറ്റ് K. വിജയകുമാർ, സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, പി കരുണാകരൻ മാസ്റ്റർ, സി കൃഷ്ണൻ, പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ, പി കൃഷ്ണൻ മാസ്റ്റർ, N.K. ഭാർഗവി അന്തർജനം, വി നാരായണൻ, IV ശിവരാമൻ, മണിയറ ചന്ദ്രൻ, പി കുഞ്ഞപ്പൻ, ടി കാഞ്ചന, ഡോക്ടർ വനജ ടി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചരിത്രപ്രസിദ്ധമായ കാറമ്മേൽ മഖാമുറൂസ് ഏപ്രിൽ 15 മുതൽ 19 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ വടക്കേ മലബാറിലെ കാറമേൽ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളാഹിയുടെ പേരിൽ വർഷം തോറും നടത്തിവരാറുള്ള ഉറൂസ് നേർച്ച 2026 ഏപ്രിൽ 15 മുതൽ 19 വരെ നടക്കും. ഏപ്രിൽ 15 ബുധനാഴ്ച രാവിലെ 8 മണിക്ക് മഖാം സിയാറത്തിന് അഷ്റഫ് ദാരിമി പാലായി നേതൃത്വം നൽകും. N. അബ്ദുൾ അസീസ് ഹാജി പതാക ഉയർത്തും. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ആഷിഖ് ദാരിമി ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തും. ഏപ്രിൽ 16 വ്യാഴാഴ്ച രാത്രി 7:30 സ്വലാത്ത് വാർഷികത്തിന് ഉസ്താദ് ജഫർ ബാഖവി അൽ വാരിസി നേതൃത്വം നൽകും. മുഹമ്മദ് ഹസൻ ഹുദവി മതപ്രഭാഷണം നടത്തും. ഏപ്രിൽ 17 വെള്ളിയാഴ്ച ജുമ്മു നിസ്കാരാനന്തരം ഖത്തം ദുവ. 7:30 സയ്യിദ് ഹുസൈൻ തങ്ങൾ അൽ അസരി പട്ടാമ്പി മൻസൂർ പുത്തനത്താണി ആൻഡ് പാർട്ടിയുടെ ഇശൽ വിരുന്ന് നടക്കും. ഏപ്രിൽ 18 ശനിയാഴ്ച രാത്രി 7:30 തിരുവനന്തപുരം ഭീമാപ്പള്ളി ചീഫ് ഇമാം ഉസ്താദ് കുമ്മനം നിസാമുദ്ദീൻ അസരി മതപ്രഭാഷണം നടത്തും. ഏപ്രിൽ 19 ഞായറാഴ്ച ലുഹർ നിസ്കാരാനന്തരം നടക്കുന്ന മൗലീദ് പാരായണത്തിന് സയ്യിദ് മുഹമ്മദ് ഷഫീഖ് തങ്ങൾ ചന്ദേര നേതൃത്വം നൽകും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. 7:30 നടക്കുന്ന സ്വലാത്ത് മജ്ലിസിനും കൂട്ടുപ്രാർത്ഥനയ്ക്കും സയ്യിദ് അലിയാർ തങ്ങൾ അൻവരി അൽ ബുഖാരി നേതൃത്വം നൽകും. പാലത്തറ, ആലിൻകീഴ്, പെരളം, ഏച്ചിലാംവയൽ, ചേനം എന്നീ ഭാഗങ്ങളിലേക്ക് ഉറൂസിനോടനുബന്ധിച്ച് വാഹന സൗകര്യമുണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. N. അബ്ദുൾ അസീസ് ഹാജി, മുഹമ്മദ് ഹസൻ ഹുദവി കവായി, N. ഹാഷിം, CH യാസിൻ, P. അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബോധി കൊക്കാനിശ്ശേരി പയ്യന്നൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തിയ കൃത്യത കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ രജിത TV ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബോധി കൊക്കാനിശ്ശേരി പയ്യന്നൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തിയ കൃത്യത കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. 18ാം വാർഡ് കൗൺസിലർ രജിത TV വിളവെടുത്ത കൃഷി ശ്യാംലാൽ, അനിത എന്നിവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. കൃത്യത കൃഷിയിൽ വിപണനത്തിനായി പ്രധാനമായും മീറ്റർ പയർ, കൈപ്പക്ക, താലോലിക്ക, പടവലങ്ങ, കക്കിരി, വഴുതിന എന്നിവയുടെ വിളവെടുപ്പാണ് നടത്തിയത്. തുടർന്ന് നടന്ന കൃത്യത കൃഷി പരിശീലനം കൃഷി ഓഫീസർ രാധാകൃഷ്ണൻ, കൃഷി ഫീൽഡ് ഓഫീസർ നിഷ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ സുധീന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിഷുവിനെ വരവേൽക്കാൻ മുടങ്ങാതെ കണിവെള്ളരി ഒരുക്കി കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബ്ബ്. ഈയക്കാട് വാലിൽ നടന്ന വിളവെടുപ്പ് ഉത്സവം പ്രഥമാധ്യാപകൻ M. ലക്ഷ്മണൻ നിർവഹിച്ചു. വിഷുവിനെ വരവേൽക്കാൻ മുടങ്ങാതെ കണിവെള്ളരി ഒരുക്കി കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബ്ബ്. കോവിഡിന്റെ ആദ്യ വർഷമാണ് രക്ഷിതാക്കളുടെ സഹകരണത്തോടെ കുട്ടികൾ കാർഷിക ക്ലബ്ബ് രൂപീകരിച്ചത്. വീടുകളിൽ പുതിയ കാർഷികാന്തരീക്ഷം തയ്യാറാക്കിയെടുക്കുവാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് അധ്യാപകരും രക്ഷിതാക്കളും. കാർഷിക ക്ലബ്ബ് അംഗം രേവതി രാമകൃഷ്ണന്റെ വീടിന് സമീപത്തുള്ള ഈയക്കാട്ട് വയലിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം പ്രഥമാധ്യാപകൻ M. ലക്ഷ്മണനും രേവതിയും ചേർന്ന് നിർവഹിച്ചു. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് പൊതുവെ ഒരു കാർഷിക സംസ്കാരമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കാലം കഴിയും തോറും കാർഷിക വൃത്തിയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മെല്ലെ മെല്ലെ പിന്നോട്ട് പോവുകയാണ്. മറ്റ്
മേഖലകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുകയാണ്. അതോടുകൂടിയിട്ട് കൃഷി ഒരു ഭാഗത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ പറയാം. പലപ്പോഴും വയലുകൾ തരിശായി കിടക്കുന്നു. വയലില്ലാഞ്ഞിട്ടല്ല, വയലുകൾ പലപ്പോഴും തരിശായിട്ടിരിക്കുകയാണ്. ആളുകൾക്ക് കൃഷിയോട് ആഭിമുഖ്യം വളരെ കുറവാണ്. PV വസന്ത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ടി.എ. ഉമാദേവി, KP സീമ, ടി ശൈലജ, K പ്രസാദ്, K സന്തോഷ് മാസ്റ്റർ, K രാജശ്രീ, അനിലാകുമാരി, ദേവജിത്ത് രാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാത്തിൽ MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അലുമിനി അസോസിയേഷൻ രൂപീകരിച്ചു. വിദ്യാലയത്തിന്റെ സർവ്വതോന്മുഖമായ വികസനം ലക്ഷ്യമിടുന്ന ഭാവി പ്രവർത്തനങ്ങൾ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കും. മാത്തിൽ MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അലുമിനി അസോസിയേഷൻ രൂപീകരിച്ചു. വിദ്യാലയത്തിന്റെ സർവ്വതോന്മുഖമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്ന ഭാവി പ്രവർത്തനങ്ങൾ കൂട്ടായ്മ സംഘടിപ്പിക്കും. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ CBG നായർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ 1957 പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ ഈ മാതൃവിദ്യാലയം സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലും മികവ് പുലർത്തിയ ഒട്ടേറെ പ്രമുഖരെ സൃഷ്ടിച്ചെടുത്ത ഒരു വിദ്യാലയമാണ്. ഇന്ന് നമ്മുടെ വിദ്യാലയം UP ഹൈസ്കൂൾ വിഭാഗത്തിലായി 750-ലേറെ കുട്ടികളും. അബ്ദുൽ ഗഫൂർ കാരിയിൽ അധ്യക്ഷത വഹിച്ചു. IC ശ്രീകുമാർ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രഥമാധ്യാപിക സുലേഖ, MV സുനിൽകുമാർ, VV ഭാർഗവൻ മാസ്റ്റർ, CM ഗോപാലകൃഷ്ണൻ, പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം ശ്രീ രാഘവപുരം ക്ഷേത്രം ഹനുമാരമ്പലത്തിൽ ലക്ഷം ദീപം സമർപ്പണം നടന്നു. നിരവധി പേർ പങ്കെടുത്തു. ഉത്തര കേരളത്തിലെ പ്രസിദ്ധ ശ്രീരാമസ്വാമി ക്ഷേത്രമായ ചെറുതാഴം രാഘവപുരം ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ലക്ഷം ദീപം സമർപ്പണം നടന്നു. തന്ത്രി കരുമാരത്തിലെത്ത വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും തുടർന്ന് മുൻ ബദരിനാഥ് റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അമ്മമാർ ചേർന്ന് നെയ്ദീപം തെളിയിക്കലും നടന്നു. വൈകിട്ട് ചെറുതാഴം ചന്ദ്രന്മാരാർ നയിച്ച മേജർ സെറ്റ് പഞ്ചവാദ്യവും തുടർന്ന് ലക്ഷദ്വീപ സമർപ്പണവും നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഷുച്ചന്തയും ഉപഹാര സമർപ്പണവും നടന്നു. ഇക്കോ ഷോപ്പ് പരിസരത്ത് നടന്ന പരിപാടി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി.എ. ഉമാദേവി ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഷുച്ചന്തയും ഉപഹാര സമർപ്പണവും നടന്നു. ഇക്കോ ഷോപ്പ് പരിസരത്ത് നടന്ന പരിപാടി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി.എ. ഉമാദേവി ഉദ്ഘാടനം ചെയ്തു. 2 വിളവെടുപ്പ് ഉത്സവമായാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഓണം ധാന്യങ്ങളുടെ വിളവെടുപ്പും വിഷു എന്ന് പറയുന്നത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിളവെടുപ്പ് ഉത്സവമായാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, വിഷു എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നതെന്ന് പറയുന്നത് നമുക്ക് വിഷു കണി കാണുക എന്നുള്ളതാണ്. പഴങ്ങളും നമ്മളെ വിളവെടുത്ത നമ്മളെ പഴങ്ങളും പച്ചക്കറികളുമാണ് നമ്മളെ വിഷുവിൻ്റെ കണിയായി ഒരുക്കുകയും അത് കണിയായി നമ്മൾ കാണുകയും ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വിഷുക്കണി കാണുന്നത് എന്ന് പറയുന്നത് മറുനാടൻ പച്ചക്കറികളും പഴങ്ങളുമാണ് നമ്മൾ കണി കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിലേക്ക് യുവതലമുറകൾ വരാതിരിക്കുകയും. KV കുഞ്ഞിരാമൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. മികച്ച പച്ചക്കറി കൃഷിക്കാരായ MV കുഞ്ഞിക്കണ്ണൻ, OP മുരളി, KV ബിന്ദു എന്നിവരെയും കുണിയൻ പറമ്പത്തറ ജൈവ കൃഷി കൂട്ടായ്മയെയും ചടങ്ങിൽ വെച്ച് ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ ഉപഹാരം നൽകി ആദരിച്ചു. മുരളീധരൻ കട്ടച്ചേരി, K ദിനേശൻ, M ശശിമോഹനൻ, PC ഗോപിനാഥൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചന്ത ചൊവ്വാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കൺവെൻഷനും വിഷുക്കൈനീട്ടം പരിപാടിയും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രൂപേഷ് പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കൺവെൻഷനും വിഷുക്കൈനീട്ടം പരിപാടിയും സംഘടിപ്പിച്ചു. കൗവായി കടവിൽ നടന്ന പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രൂപേഷ് പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KV സ്നേഹജൻ അധ്യക്ഷത വഹിച്ചു. വിക്രം B ഷെണായി, K രാജൻ, K മഹേഷ്, മത്തായി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.